ഐ വാസ് സ്ക്രീമിങ് ത്രൂ ഔട്ട്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താ അറിയോ, എത്ര പെയിനാണ് നമ്മൾ ശരിക്കും ഒരാളുടെ ഉള്ളിൽ ഹോൾഡ് ഓൺ ടു ചെയ്യുന്നതെന്നാണ്. ഇതൊന്നും നമ്മൾ എക്നോളജ് ചെയ്യാതെ പോയതുകൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്ത് പീപ്പിൾ പ്ലീസിങ് ഒരൊറ്റ സ്വഭാവം കൊണ്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് മുഴുവൻ എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ലൈക്ക് ആക്ച്വലി ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തൊന്ന് നാട്ടിൽ പോ എന്നുള്ളത് എനിക്ക് എൻ്റെ വീട്ടിലൊരു ഒരു ഹോം ഫീലിംഗ് എത്തണമായിരുന്നു. എനിക്ക് എൻ്റെ മമ്മീനെയും പപ്പനെയൊക്കെ കാണണമായിരുന്നു. അതായിരുന്നു എൻ്റെ ആകപ്പാടുള്ളൊരു ബിക്കോസ് ഐ വാസ് സ്ക്രീമിങ് മോം ആൻഡ് പപ്പ ആൻഡ് ഓൾ. അപ്പോൾ ഡോക്ടേഴ്സിന് മനസ്സിലായത്, അതായത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തു ഇങ്ങനെ നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇപ്പം തന്നെ നാട്ടിലേക്ക് ബുക്ക് ചെയ്ത് പോയിക്കോ, ബിക്കോസ് യു ആർ ലൈക്ക് റിയലി സിക്ക് എന്ന്. അപ്പോൾ പോലും എൻ്റെ ഈ ഹൈപ്പർ ഇൻഡിപെൻഡൻസി മൈൻഡ് കാരണം ഞാൻ ചിന്തിച്ചു, വേണ്ട എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് എന്തിനാണ് ഞാൻ ആവുന്നതെന്ന് ചിന്തിക്കുമായിരുന്നു. ഒരു പെർസെൻറ്റേജ് ബ്രെയിന് മാത്രമേ ജീവനോടെ ഉള്ളൂ. എനിക്ക് വേണ്ടി അപ്പോൾ പോലും എനിക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൃത്യസമയത്ത് അക്നോളജ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ കൃത്യസമയത്ത് നമുക്ക് നമ്മളുടെ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ ആക്ച്വലി ബോഡി അങ്ങ് ഗിവപ്പ് ചെയ്യും. നമ്മുടെ ബോഡി ഗിവപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ഈ ഹൈപ്പർ ഇൻഡിപെൻഡൻസി കോറും പീപ്പിൾ പ്ലീസിങ് കോറൊക്കെ അവിടെ ചത്ത് കിടക്കും ഒരു സൈഡിൽ. ബിക്കോസ് ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ്, യുവർ ബോഡി വിൽ ടെൽ യു ദാറ്റ് ജസ്റ്റ് ഷട്ട് ദ ഫക്ക് അപ്പ് ആൻഡ് ജസ്റ്റ് റെസ്റ്റ് ഫോർ സം ടൈം എന്ന്. എന്നെ പോലത്തെ ഒരാൾക്കൊന്നും എൻ്റെ മെന്റൽ പീസോ, എനിക്ക് മെന്റൽ പീസ് വേണോ, എനിക്ക് അതൊന്നും വേണ്ട, എനിക്കതിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല എന്നൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ മുമ്പിൽ എത്തട്ടെ, ഐ വിൽ ജസ്റ്റ് ബി ഓൺ ദ ബിഹൈൻഡ്, ഞാൻ അവിടെ നിന്നോളാം, ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ എപ്പോഴും നിന്നോളാം എന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അൺടിൽ that day when it hit me and then made me realize that ലോകത്ത് ഒരു മനുഷ്യനും, അത് ബി ഇറ്റ് യുവർ ഫാദർ, യുവർ മദർ, യുവർ സിസ്റ്റർ, യുവർ പാർട്ട്ണർ, ഫ്രണ്ട്, ഹൂസോ എവർ ദാറ്റ് ഇസ്, ഒരാൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും ജീവിക്കരുത്. ബട്ട് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കൂ. ഇപ്പം എനിക്കിത് വന്ന് പറയാൻ ഒരു അവകാശമില്ല, പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് അവകാശമുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഞാൻ അതിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്താൽ തുടങ്ങി. താങ്ക് യു. ലിറ്ററലി ഫക്ക് ദ പീപ്പിൾ പ്ലേസിങ്, ബിക്കോസ് ഇറ്റ് വിൽ ഗെറ്റ് യു നോ വെയർ ഇൻ ലൈഫ്, ലൈക്ക് നോ വെയർ ഇൻ ലൈഫ്. നിങ്ങളുടെ മെന്റൽ പീസ് നോക്കാണ്ട്, നിങ്ങളുടെ മനസ്സമാധാനം, നിങ്ങളുടെ സന്തോഷം കളഞ്ഞ് നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണ് ഇപ്പുറത്ത് കൂടെ. എന്തിന് ബാക്കിയുള്ളവരുടെ ജീവിതം സ്മൂത്താക്കാൻ? നോ, ഐ എം സോ സോറി ബട്ട് നോ. ഞാനിത് ചെയ്യില്ല, നിങ്ങളിത് ചെയ്യാൻ പാടില്ല. ഐ ഹാവ് ടു ടെൽ യു ദിസ്. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലായ ഒരു ഡിഫറൻസ് എന്താ അറിയോ? അപ്പം ആക്ച്വലി ഇങ്ങനെ ജീവിച്ചാൽ എന്നെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുക, ആൾക്കാർക്ക് എന്നോടുള്ള ഒരു മതിപ്പ് കൂടുകയുള്ളൂ. ഒരിക്കലും നമ്മളുടെ അവിടുത്തെ റെസ്പെക്ട് കുറയോ, നമ്മളൊരു മതിപ്പ് കുറയോ, അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കില്ല എന്നുള്ള ചിന്ത ആക്ച്വലി കൂടുകയുള്ളൂ. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സത്യം പറയല്ലോ, ഐ വാസ് സോ ഷോക്ക്ഡ് ബൈ ഓൾ ദീസ് റിയാലിറ്റീസ്. ഈ ഒരു 2 മാസം എന്നെ പഠിപ്പിച്ച് തന്ന പാഠം ചില്ലറൊന്നുമല്ല. ദൈവത്തെ മനസ്സിലായി, അതായത് ഞാൻ സ്വയമേ ഒന്നും പഠിക്കൂല, എനിക്ക് നല്ലൊരു പണി തരണം, എന്നാൽ ഞാൻ അങ്ങ് പഠിച്ചോളൂ. ആൾക്കാരുണ്ടാവും എന്നെ പോലത്തെ കുറേ ആൾക്കാർ. അവർക്ക് വേണ്ടിയിട്ടുള്ള റിമൈൻഡറാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും ഒന്നും വരാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ എനിക്കെല്ലാം തന്നത്. എനിക്ക് കിട്ടി, ഞാൻ പഠിച്ചു. ഐ വിൽ ടെൽ യു ദ ലെസൺസ്. ഇപ്പോൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഈ പ്രയോറിറ്റൈസിങ് യുവർ സെൽഫ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊന്നും എളുപ്പമല്ല. ഇത് എളുപ്പമേ അല്ല. അത് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറ്റ് ഈസ് ആസ് ഈസി ആസ് ഇറ്റ് ഈസ്. ഒരു നോ പറയുന്ന സാധനം ഉണ്ടല്ലോ, നോ പറയാന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു മെനക്കെട്. എന്നെ അങ്ങ് കീറിക്കോ, പക്ഷെ ഐ വോണ്ട് സേ നോ. അങ്ങനെയായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഐ വിൽ ജസ്റ്റ് സേ നോ. എനിക്ക് പറ്റില്ല. ഞാൻ ഒരുത്തർ എന്നെ വിളിക്കുമ്പം സംസാരിക്കാൻ താല്പര്യം, ഐ ജസ്റ്റ് ടെക്സ്റ്റ് ദം. എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല, നോട്ട് ഇൻ എ മൂഡ് എന്ന് ഞാൻ പറയും. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലിറ്ററലി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആരും മാറാനും പോകുന്നില്ല. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവും. ദേ റെസ്പെക്ട് ഈച്ച് അതർ. അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ മാത്രം നിൽക്കുക. നിങ്ങൾ അത് പറഞ്ഞു വെച്ച് നിങ്ങളെ കളഞ്ഞിട്ട് പോകുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ tell them to fuck off because they don't deserve you in your life, babes. ഇതൊരിക്കലും ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. This is me so happy in this moment. I am so grateful for it. ജീവിതത്തിൽ എല്ലാ സാധനങ്ങളും അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ കുറേയൊക്കെ കേട്ടോ, എല്ലാം ഞാൻ ഒരിക്കലും പറയില്ല. അല്ലെങ്കിൽ ഒരു സൂര്യനെ കണ്ടാൽ മതി നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം തീരും, നിങ്ങളൊരു സൺറൈസ് കാണൂ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം തീരും. നോ, ഇറ്റ് വോണ്ട്. ബട്ട് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഇറ്റ്. കുറച്ചെങ്കിലും ആ ഒരു കുറച്ച് സമയത്തെങ്കിലും ഇങ്ങനെ മനസ്സിനൊരു ശാന്തി കൊടുക്കാൻ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സൂക്കടും ഈ ഒരു അസുഖവും ഈ ഒരു ഫേസും എന്നെ അതിന് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടു ടീച്ച് മീ സം ലെസൺസ് വിച്ച് നോബഡി എൽസ്, നോ ഇന്റർനെറ്റ് ഗുരുസ്, ഒരു ഫ്രണ്ടും ഒരാളും പഠിപ്പിച്ചിട്ട് ലെസൺസ് ആണ്. എല്ലാവരും പറയും നോ, ഹൗ ടു സേ നോ, ജസ്റ്റ് സേ നോ, യു കാണ്ട്. പക്ഷെ പറ്റില്ല ചില സമയത്ത് അത്. പക്ഷേ പറ്റും.
നിങ്ങളെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും. അതിപ്പോൾ എനിക്കത് ഞാൻ പീപ്പിൾ പ്ലീസിങ്ങിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഉളുപ്പില്ലാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ചിരി വരും. പക്ഷെ അതെന്റെ ഫേസ് ആയിരുന്നു ആ സമയത്തത്തെ. ഐ വാസ് ലൈക്ക് ദാറ്റ്. ഇപ്പോഴും അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഷിഫ്റ്റായി ബാഡ് ആയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കുറേയൊക്കെ അങ്ങനെയാണ്. എനിക്കിഷ്ടമാണ്, എൻ്റെ ഒരു ക്യാരക്ടറാണ്. ആൾക്കാരോട് ചിരിച്ച് സംസാരിക്കുന്നതും പീപ്പിൾ പ്ലീസിങ്ങും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആൾക്കാരോട് നല്ല രീതിക്ക് സംസാരിക്കാൻ ചില ആൾക്കാർക്ക് ഇഷ്ടം. എനിക്കിഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കാൻ. ഡസൻ മീൻ ദാറ്റ് ഐ ആം എ പീപ്പിൾ പ്ലീസർ. ഐ വാസ്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും പീപ്പിൾ പ്ലീസിങ് അല്ല. എൻ്റെ ജീവിതം കഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ ജീവിതം ഈസി ആക്കാൻ ഞാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെയാണ് എൻ്റെ പീപ്പിൾ പ്ലീസിങ്ങിനെ ഞാൻ പറയുള്ളൂ. അതാണ് കുറേയൊക്കെ. അതങ്ങോട്ട് മാറ്റി കുറേയൊക്കെ. സോ താങ്ക് യു ടു ദാറ്റ് ഫേസ് ഇൻ മൈ ലൈഫ്. ഒരു ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് എ ഫക്കിംഗ് ലെസൺ. ലൈക്ക് റിയലി ഇറ്റ് ഈസ് എ ലെസൺ ആൻഡ് take it as you go, and it will help you meet your happiest self in the future. Like trust me. ആ 2 മാസം ഞാൻ കരഞ്ഞ് പണ്ടാരടങ്ങിയിട്ടുണ്ട്. When life gives you a lemon, fucking make a lemonade bro. Make Brazilian lemonade എന്ന് ഞാൻ പറയുള്ളൂ. Make Brazilian fucking lemonade. Who cares? Like really. ഇപ്പോൾ ആശ്വാസമുണ്ട്. അപ്പോൾ ബൈ.